മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 28. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മൾ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ കടന്നു വരേണ്ട ചിന്ത മറ്റൊന്നുമല്ല, ദൈവം അമ്മയെ ഈ ലോകത്തിലേക്ക് അയച്ചത് തിന്മയുടെ തല തകർക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ഓരോ മരിയ ഭക്തനും അത് സാധിക്കണം. നമുക്കൊക്കെയും തിന്മയോട് വിട പറയുവാൻ സ്വന്തം ജീവിതത്തിൽ സാധിക്കണം. അതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും ആ തിന്മയ്ക്കെതിരെ പടപൊരുതുവാൻ നമുക്ക് കടമയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ കൃപാ പ്രോ ലൈഫേഴ്സിൽ ഒരു ഫിലിപ്പ് സാർ, അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ബസ്സിൽ കയറുമ്പോൾ അദ്ദേഹം ഒരു ബാഡ്ജ് കുത്തും, ഐ ആം എ പ്രോ ലൈഫർ. അപ്പൊ ആളുകൾ കണ്ടിട്ട് ചോദിക്കും, ഇതെന്നാ പ്രത്യേക ബാഡ്ജ്? ഉടനെ തന്നെ തന്റെ സീറ്റിൽ അടുത്തോട്ട് ഇരുത്തിയിട്ട് അദ്ദേഹത്തോട് ജീവന്റെ മഹാത്മ്യത്തെ പറ്റി പറയുകയാണ്. നീ അയാള് ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തയാള് വന്നു, ചാക്കിൽ വീണു, വീണ്ടും അയാളോട് പറയുകയായി. നോക്കൂ, പ്രേക്ഷിത വേല ചെയ്യുകയാണ്. തിന്മ തന്റെ ജീവിതത്തിൽ നിന്ന് മാത്രം ഒഴിവാക്കുകയല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു പരിശ്രമം ആ സാറിന്റെ ഭാഗത്തുണ്ട്. ഞാൻ എപ്പോഴും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാറുണ്ട്. അതേ, പരിശുദ്ധ അമ്മ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി പറയുന്ന എന്താണ്? വേട്ടപ്പട്ടി ഇരയെ തേടുന്ന പോലെ ദൈവം എന്നെയും നിങ്ങളെയും തേടുകയാണ്. വേട്ടപ്പട്ടിയുടെ തേടിയൽ നിങ്ങൾക്കറിയാം, ഇരയെ കിട്ടുന്നതുവരെ പുറകെ അലയുകയാണ്. അതുപോലെ നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടി എന്റെ പൊന്നു തമ്പുരാൻ എന്റെ പുറകെ അലയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ സഭയുടെ മാതാവാണ്. യോഹന്നാൻ 19:27 കുരിശിൽ കിടന്ന ഈശോ പറഞ്ഞു, ഇതാ നിന്റെ മകൻ. അമ്മയ്ക്ക് ഈ സഭയെ നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ സഭ അമ്മയുടെ മക്കളാണെന്നുള്ള ബോധ്യം അവിടെ നൽകുകയാണ്. അതുകൊണ്ട് മരിയ ഭക്തർ സഭയോടൊത്ത് ജീവിക്കണം, സഭയെ സ്വന്തമായി കാണണം. നമുക്കൊരു പിതാവുണ്ട്, ഭാഗ്യസ്മരണാർഹനായ ജോസഫ് പൗവത്തുൽ തിരുമേനി. അദ്ദേഹം പറഞ്ഞിരുന്നു, ഫോർ മീ ടു ലീവ് ഈസ് ചർച്ച്, എനിക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ഞാൻ ജീവിക്കുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ആദർശമാകണം. സഭയോടൊത്ത് നൽകാൻ. ചിലർ പറയും, എനിക്ക് ഈശോയെ ഇഷ്ടമാണ്, പക്ഷെ സഭയെ ഇഷ്ടമല്ല. അതൊരു കോൺട്രഡിക്ഷനാണ്. ഈശോയെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ സഭയെയും സ്നേഹിക്കും. അങ്ങനെ സഭയുടെ മക്കളായി മാറുവാൻ ഈ അമ്മയുടെ പിറവി തിരുനാൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.